Hello, my dear OET aspirants. Welcome to another video by Pink English. I'm Sharon here. ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എസ്പെഷ്യലി OETയുടെ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് OET സ്പീക്കിങ്ങിനകത്ത് നിങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിടാറുണ്ട്. അതിനകത്ത് കുറച്ച് മെയിൻ എന്താ പറയുക എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുവാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്പീക്കിങ്ങിനകത്ത് നിങ്ങൾക്ക് കുറെ ചേഞ്ചസ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ സമയം കളയാതെ വിൽ സ്റ്റാർട്ട്. ഇനി OET സ്പീക്കിംഗ് പറയുവാണെങ്കിൽ അതൊരു പേഷ്യന്റ് സെന്റേർഡ് അപ്രോച്ച് ആണ്. ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഈ പേഷ്യന്റ് സെന്റേർഡ് അപ്രോച്ച് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഓർക്കും നമ്മളാണ് ഇവിടെ സംസാരിക്കേണ്ടത് ഏറ്റവും കൂടുതൽ, പേഷ്യൻസിന് ജസ്റ്റ് ചോദിച്ചാൽ മതി എന്നൊക്കെ നമ്മൾക്കൊരു ധാരണ കാണും. ബട്ട് OET പറയുന്നത് ഇറ്റ് ഷുഡ് ബി പേഷ്യന്റ് സെന്റേർഡ് അപ്രോച്ച്. നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളാണ് എല്ലാത്തിനും ഒരു പേഷ്യന്റ് സെന്റേർഡ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. ഇനി എങ്ങനെയാണ് നമുക്കൊരു പേഷ്യന്റ് സെന്റേർഡ് അപ്രോച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്, വിച്ച് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അത് ക്രൈറ്റീരിയക്കകത്തുള്ള ഒരു കാര്യമാണ് പേഷ്യന്റ് സെന്റേർഡ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നോട്ട് വേണ്ടവർക്ക് നോട്ട് എഴുതിയെടുക്കാം. അപ്പം പേഷ്യന്റ് സെന്റേർഡ് അപ്രോച്ചിനകത്ത് മെയിൻ ആയിട്ട് വരേണ്ട ഒരു ഫാക്ടറാണ് ഇൻവോൾവിംഗ് ദ പേഷ്യന്റ്. പേഷ്യന്റിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. ലിസണിങ് ടു ദ പേഷ്യന്റ്, വിച്ച് ഇസ് വെരി ഇമ്പോർട്ടന്റ്. നമ്മൾ പേഷ്യന്റ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ലിസൺ ചെയ്യണം. ആൻഡ് ദെൻ റെസ്പോണ്ടിങ് ടു ദ പേഷ്യന്റ്. സോ ഇൻവോൾവിംഗ് ദ പേഷ്യന്റ്, ലിസണിങ് ടു ദ പേഷ്യന്റ് ആൻഡ് റെസ്പോണ്ടിങ് ടു ദ പേഷ്യന്റ്. ഇതൊക്കെ നമുക്കറിയാം, ഇൻവോൾവ് ചെയ്യിപ്പിക്കണമെന്നും റെസ്പോണ്ട് ചെയ്യണം എന്നല്ല. ബട്ട് ഇതൊക്കെ എങ്ങനെ ചെയ്യണം എന്നറിയത്തില്ല. സോ ദാറ്റ് ഇസ് വാട്ട് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇൻ ദിസ് വീഡിയോ. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ OETയുടെ സ്പീക്കിംഗ് മാർക്കിംഗ് ക്രൈറ്റീരിയ, ക്ലിനിക്കൽ കമ്മ്യൂണിക്കേഷൻ ക്രൈറ്റീരിയ ഉണ്ട്, ലിംഗ്വിസ്റ്റിക് ക്രൈറ്റീരിയ ഉണ്ട്. ഇതിനകത്ത് നമ്മൾ ഈ ഒരു ക്രൈറ്റീരിയ നോക്കുവാണെങ്കിൽ യു ക്യാൻ സി ഇൻഫർമേഷൻ ഗ്യാതറിംഗ്. ഓക്കെ, ക്ലിനിക്കൽ കമ്മ്യൂണിക്കേഷൻ ക്രൈറ്റീരിയക്കകത്ത് വരുന്നതാണ് ഇൻഫർമേഷൻ ഗ്യാതറിംഗ്. ഇൻഫർമേഷൻ ഗ്യാതറിംഗിൽ ഇഫ് യു സി യു ക്യാൻ സി ഒന്നാമത്തെ പോയിന്റ് ആണ് ഫെസിലിറ്റേറ്റിംഗ്. കണ്ടോ, യു ക്യാൻ സി ഫെസിലിറ്റേറ്റിംഗ് ഹിയർ. ഫെസിലിറ്റേറ്റിംഗ്, സി ദിസ്, facilitating the patient's narrative with active listening techniques, minimizing interruptions. സോ എങ്ങനെയാണ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്? ഈ പലപ്പോഴും നമുക്ക് 1-2 മാർക്കിന് സ്പീക്കിങ്ങിന് പോകുന്ന ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യാത്തതുകൊണ്ടാണ് മോസ്റ്റ് പ്രോബബ്ലി നിങ്ങളുടെ സ്പീക്കിംഗ് നിങ്ങൾക്ക് മിസ്സാവുന്നത്. സോ ഇതൊക്കെ ഓരോന്നും ഈ ക്രൈറ്റീരിയക്കകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഇമ്പോർട്ടന്റ്. അവരതിനാ മാർക്ക് ഇടുന്നത്. സോ ഫെസിലിറ്റേറ്റിംഗ് എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയാൽ തന്നെ പേഷ്യന്റ് സെന്റേർഡ് അപ്രോച്ച് നമുക്ക് നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഫെസിലിറ്റേറ്റിംഗ്. ഇനി എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ്ലി ഫെസിലിറ്റേറ്റിംഗിനകത്ത് വരുന്നതാണ് എൻകറേജിങ് ദ പേഷ്യന്റ് ടു സ്പീക്ക് ബൈ യൂസിങ് ഷോർട്ട് അട്രൻസസ്. ഒന്നാമത്തെ കാര്യമാണ് പേഷ്യന്റിനെ നമ്മൾ എൻകറേജ് ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഇതൊരു പേഷ്യന്റ് സെന്റേർഡ് അപ്രോച്ച് ആണെങ്കിൽ പേഷ്യൻസിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. സോ അതിന് വേണ്ടിയിട്ട് അവരോടൊരു ചോദ്യം നമ്മൾ ചോദിക്കുമ്പം അവർ പറയണമെങ്കിൽ വി ഷുഡ് എൻകറേജ് ദം. സോ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് തിങ് ദാറ്റ് കംസ് അണ്ടർ ഫെസിലിറ്റേറ്റിംഗ്, എൻകറേജിങ് ദ പേഷ്യന്റ് ടു സ്പീക്ക് ബൈ യൂസിങ് ഷോർട്ട് അട്രൻസസ്. ഷോർട്ട് അട്രൻസസ് എന്ന് പറയുമ്പം ഒന്ന്, അവര് എന്തെങ്കിലും ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ അവർ സ്റ്റക്ക് ആയി പോവാണ്, അല്ലെങ്കിൽ അവർക്ക് കണ്ടിന്യൂസ് സംസാരിക്കണമെങ്കിൽ വി ക്യാൻ എൻകറേജ് ദം ബൈ യൂസിങ് ദീസ് ഷോർട്ട് അട്രൻസസ് ലൈക്ക് യെസ്, മൂവ് ഓൺ, ഇങ്ങനെ പറയാം, മൂവ് ഓൺ, ഐ സീ. ഓർ യു ക്യാൻ എൻകറേജ് ദം ബൈ സെയിങ് ഗോ ഓൺ, ഗോ ഓൺ. ഇതൊക്കെ എൻകറേജ്മെന്റ്. ഇതൊന്നും ഫുള്ള് പറഞ്ഞിരിക്കാനല്ല, ആവശ്യമുള്ളിടത്ത് നമ്മൾ ഇത് യൂസ് ചെയ്യണം. ഓവർ യൂസ് ചെയ്യരുത്. എല്ലാം മിനിമലൈസ് ആയിട്ട് വേണം, മിനിമൈസ് കുറച്ച് രീതിയിൽ വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ദാറ്റ് ഇസ് ഗോ ഓൺ, ഐ സി, യെസ്, സോ ഇതൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഷോർട്ട് അട്രൻസസ് ആണ്. സോ യു ക്യാൻ ജസ്റ്റ് നോട്ട് ഇറ്റ് ഡൗൺ. ആർക്കെങ്കിലും ഇത് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം. ആൻഡ് നിങ്ങൾ സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ യു ക്യാൻ ആക്ച്വലി ട്രൈ ആഡിങ് ദീസ് തിങ്സ്. ഓക്കെ, ഇനി മെയിൻ ആയിട്ട് നമുക്ക് പേഷ്യന്റ് സെന്റേർഡ് അപ്രോച്ചിനകത്ത് വേണ്ട ഒരു ഫാക്ടറാണ് ആക്റ്റീവ് ലിസണിങ്ങിന് വേണ്ട കാര്യമാണ് ക്ലാരിഫിക്കേഷൻ, ഫെസിലിറ്റേഷൻ ആൻഡ് റിപ്പീറ്റേഷൻ. ഓക്കെ, നമ്മളിവിടെ പറഞ്ഞു നമ്മൾ പേഷ്യന്റ് എന്താ പറയുക ഫെസിലിറ്റേറ്റ് ചെയ്യണം. ആക്റ്റീവ് ലിസണിങ് ടെക്നിക്സ് കണ്ടോ, ഇൻഫർമേഷൻ ഗ്യാതറിംഗിൽ ഫെസിലിറ്റേറ്റ് ചെയ്യണം. എങ്ങനെ? ആക്റ്റീവ് ലിസണിങ് ടെക്നിക്സിലൂടെ. അപ്പൊ ഫെസിലിറ്റേറ്റിംഗിന്റെ ഒരു കാര്യം നമ്മൾ പഠിച്ചു. ഇനി എങ്ങനെയാണ് ആക്റ്റീവ് ലിസണിങ് നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളത് നോക്കുന്നത്. അതിന് 3 മെത്തേഡ്സ് ഉണ്ട്: ക്ലാരിഫിക്കേഷൻ, ഫെസിലിറ്റേഷൻ ആൻഡ് റെപ്പറ്റേഷൻ. ക്ലാരിഫിക്കേഷൻ, ഫെസിലിറ്റേഷൻ ആൻഡ് റെപ്പറ്റേഷൻ. ഓക്കെ,
Now, what is clarification? ഇതാണ് ഇതിന്റെ മെയിൻ ഒരു പോർഷൻ. ക്ലാരിഫിക്കേഷൻ, ഫെസിലിറ്റേഷൻ, റെപ്ലിക്കേഷൻ, ഈ ഒരു ഏരിയ ആണ് നിങ്ങൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. Indicating that you have been listening to the patient and pinpointing what you know and do not know. എന്ന് പറഞ്ഞാൽ നമ്മൾ പേഷ്യന്റിനോട് സംസാരിക്കുമ്പം അല്ലെങ്കിൽ അവർ തിരിച്ച് സംസാരിക്കുമ്പം അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ലിസൺ ചെയ്യുന്നുണ്ടെന്ന് അവർക്കൊരു ഫീലിംഗ് ഉണ്ടാകണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് അറിയാൻ മേലാത്ത കാര്യങ്ങൾ നമ്മൾ അവരോട് തിരിച്ച് ക്ലാരിഫിക്കേഷൻ ചോദിക്കാം. ഇനി കേട്ട കാര്യങ്ങളാണെങ്കിലും നമുക്ക് തിരിച്ച് ചോദിക്കാം. ഒരു എക്സാമ്പിൾ പറഞ്ഞാല് പേഷ്യന്റ് പറയണം, ഐ എം ഹാവിംഗ് swallowing and speaking difficulty and I'm really concerned about that. അപ്പൊ നമുക്ക് തിരിച്ചൊന്ന് ക്ലാരിഫൈ ചെയ്യും, oh, you having a swallowing difficulty? Is it something related to your speech? Or is it something related to your throat? ഇങ്ങനെ നമുക്കൊരു ക്ലാരിഫിക്കേഷൻ ഇവരോട് ചോദിക്കാം. So that is the first method, that is clarification. ഇത് എന്തിനാന്ന് വെച്ചാൽ ഇവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ലിസൺ ചെയ്യുന്നുണ്ടെന്ന് അവർക്കൊരു ഫീൽ തോന്നാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, so which is another good method. കാരണം നമ്മൾ ജസ്റ്റ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് പോകുക എന്നുള്ളതല്ല നമ്മുടെ ഫാക്ടർ. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വളരെ നാച്ചുറൽ ആയിട്ട് വേണം സ്പീക്ക് ചെയ്യാൻ. വെറുതെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് മാത്രം നിങ്ങൾക്ക് സ്പീക്കിങ്ങിന് ഒരിക്കലും ബി കിട്ടത്തില്ല, OET സ്പീക്കിങ്ങിന്. ഓക്കെ, so that is the first method which you can apply, that is clarification. Now, the second method is facilitation. Facilitation എന്ന് പറഞ്ഞാൽ encouraging the patient to say more but not specifying the topic. So this can be done through posture, like actions or word. അതായത് നമ്മൾ നേരത്തെ ഇവിടെ കണ്ടില്ലേ, ഷോർട്ട് അട്രൻസസ് പറയാന്ന് പറഞ്ഞു. ഇതുപോലെ തന്നെ സംസാരിക്കാതെ ഇപ്പം നമുക്കൊരു ഐ കോണ്ടാക്ട് കൊടുക്കാം. നമ്മൾ സംസാരിക്കും, യെസ്, നമ്മുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന്, നമ്മുടെ ഗസ്റ്റേഴ്സിൽ നിന്ന് we can actually encourage the patient. So that is facilitation. At the same time, carry on, move on. ഈ രീതിയിലുള്ള വേർഡ്സ് നിങ്ങൾക്ക് ഫെസിലിറ്റേഷൻ എന്ന് പറയുന്ന മെത്തേഡിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, now the next method is repetition. Repetition എന്ന് പറഞ്ഞാൽ പല ആൾക്കാർക്കും അറിയായിരിക്കും, ഇത് ഇച്ചിരി ഈസിയാണ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. So this is actually echoing the patient's words or encouraging him or her to give more details. This is useful for eliciting both facts and emotions. ഇത് എപ്പോഴാന്ന് പറഞ്ഞാൽ ഞാൻ വേറെ എക്സാമ്പിൾ ഞാൻ മുമ്പേ പറഞ്ഞത് തന്നെ എടുക്കാം. So I'm having a speaking and swallowing difficulty, and I'm also having some breathing difficulty. So at night, I'm finding it really difficult to sleep. I'm really concerned about my problem. അപ്പം ഇവര് പറഞ്ഞ കാര്യത്തിന് എനിക്ക് തിരിച്ചു പറയാം, ഓക്കെ, സോ ഇപ്പൊ പേര് പറയുകയാണെങ്കിൽ ഓക്കെ Mrs. Anna, you're having some issues with swallowing and speaking, as well as you're having some issues with having some problem with breathing, right? And you're really concerned about it. Am I right, Mrs. Maria or Mrs. Anna? ഇങ്ങനെ അവർ പറഞ്ഞ കാര്യങ്ങൾ എടുത്തു പറയുന്നതാണ് റെപ്പറ്റീഷൻ. സോ വിച്ച് ഇസ് എ വെരി യൂസ്ഫുൾ മെത്തേഡ്. നിങ്ങൾക്ക് ഈ റെപ്പറ്റീഷനും ഫെസിലിറ്റേഷനും ഒക്കെ നിങ്ങളുടെ സ്പീക്കിങ്ങിൽ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കി. ഇത് ആക്ച്വലി ക്രൈറ്റീരിയയുടെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങളുടെ സ്കോർ, OETയുടെ സ്പീക്കിങ്ങിന്റെ സ്കോർ നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഇതാണ് നമ്മൾ ഇത്രയും നേരം പഠിച്ച കാര്യങ്ങൾ. ജസ്റ്റ് ഈ ഒരു ഫെസിലിറ്റേറ്റിംഗ് അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് സെന്റേർഡ് അപ്രോച്ചിൽ നമ്മൾ വേണ്ട കാര്യങ്ങളാണ് നോക്കിയത്. ഫെസിലിറ്റേഷൻ വേണം, ആക്റ്റീവ് ലിസണിങ് വേണം, അതിന് വേണ്ടിയിട്ട് വി ക്യാൻ യൂസ് ക്ലാരിഫിക്കേഷൻ, ഫെസിലിറ്റേഷൻ ആൻഡ് റെപ്പറ്റീഷൻ. ആ 3 കാര്യങ്ങൾ എന്താന്നുള്ളതാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ്. ഓക്കെ, ഇനി ഹിയർ ആർ സം ഓഫ് ദി എക്സാമ്പിൾ. സോ നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടി ഇത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ഇവിടെ കുറച്ച് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. സോ നിങ്ങൾ ഒന്നാമത്തെ നോക്കുവാണെങ്കിൽ IC എന്ന് പറയുന്നത് എന്തിൽ വരും? IC എന്ന് പറയുന്നത് അവരെന്താ ഫെസിലിറ്റേറ്റ് ചെയ്യുക, അവരെ എൻകറേജ് ചെയ്യുവാണ് പേഷ്യന്റിനെ. ഓക്കെ, അപ്പൊ IC എന്ന് പറയുന്നത് എൻകറേജ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് സെന്റൻസ്, ജസ്റ്റ് ലെറ്റ് മീ ചെക്ക് വാട്ട് യു ഹാവ് ടോൾഡ് മീ സോ ഫാർ. നിങ്ങൾ ഇത്ര നേരം പറഞ്ഞ് ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ, നമ്മൾ അവരോട് തിരിച്ച് നമുക്ക് പറയാം. സോ ദാറ്റ് ഇസ് ഫോർ ക്ലാരിഫിക്കേഷൻ. ഓക്കെ, ജസ്റ്റ് ലെറ്റ് മീ ചെക്ക് വാട്ട് യു ഹാവ് ടോൾഡ് മീ സോ ഫാർ. ഓക്കെ, സോ ദാറ്റ് ഇസ് ഫോർ ക്ലാരിഫിക്കേഷൻ. ഇനി നെക്സ്റ്റ് വൺ, പേഷ്യന്റ് പറയണം ഐ വാസ് ടെറിഫൈഡ് എന്ന് പേഷ്യന്റ് പറയുന്നു. അപ്പം നേഴ്സ് ചോദിക്കുകയാണ് ടെറിഫൈഡ്. അപ്പൊ അവർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്തു? റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു. സോ ദാറ്റ് ഇസ് റെപ്പിറ്റീഷൻ. ഓക്കെ, സോ വെൻ യു സേ ഡാഷ്, ഡു യു മീൻ ലൈക്ക് അവിടെ എന്തെങ്കിലും ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. വെൻ യു സേ ഇന്ന കാര്യം നിങ്ങൾ പറയുമ്പോൾ ഇതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് അവരോട് നമുക്ക് എടുത്ത് ചോദിക്കാം. സോ ദാറ്റ് ഇസ് അഗെയിൻ ഫോർ ക്ലാരിഫിക്കേഷൻ. ഇതൊക്കെ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, സോ ദാറ്റ് ഇസ് ക്ലാരിഫിക്കേഷൻ, റെപ്പിറ്റേഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ. Now you have another example here. Maybe you can fill it. Yes എന്ന് പറയുന്നത് എന്തായിരിക്കും? യെസ്,
ഫെസിലിറ്റേറ്റീവ് ആണല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ എഫ് കൊടുക്കാം, ഫെസിലിറ്റേഷന്റെ എഫ്. ഓക്കെ, നൗ ഗോ ഓൺ. ഗോ ഓൺ എന്ന് പറയുന്നത് എന്താണ്? യാ, ഫെസിലിറ്റേറ്റീവ് ആണ് അവര് അല്ലെ. ഐ എം ലിസ്ണിംഗ് പ്ലീസ് കണ്ടിന്യൂ. ലിസൺ ചെയ്യുന്നുണ്ട്. യാ, ഐ എം ലിസ്ണിംഗ് പ്ലീസ് കണ്ടിന്യൂ എന്ന് പറയാം. സോ അഗൈൻ അവരെ ഫെസിലിറ്റേറ്റ് ചെയ്യുക, ആക്ച്വലി എൻകറേജ് ചെയ്യുവാണ് അല്ലെ, എൻകറേജിങ് ദം. നൗ could you explain what you mean by dash? നിങ്ങൾക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ എന്ന് ചോദിക്കുമ്പോൾ എന്താണ്? ക്ലാരിഫിക്കേഷൻ ചോദിക്കുകയാണ് അല്ലെ, ക്ലാരിഫൈ ചെയ്യുവാണ്, അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻ ചോദിക്കുകയാണ്, ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോ. ഓക്കെ, so that part is clear, right? Facilitation, facilitation, then ഇവിടെ facilitation വന്നു, and this is clarification. Okay, സോ ഇത്രയാണ് ഒരു പേഷ്യന്റ് സെന്റർഡ് അപ്രോച്ചിനകത്ത് നമുക്ക് മെയിൻലി ഫെസിലിറ്റേഷൻ അതുപോലെ ആക്റ്റീവ് ലിസണിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന ടെക്നിക്സ്. ഓക്കെ, ഐ ഹോപ്പ് ദിസ് സെക്ഷൻ വാസ് റിയലി ഹെൽപ്ഫുൾ ഫോർ യു. ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ വേണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് പിങ്ക് ഇംഗ്ലീഷിന്റെ ഓൺലൈൻ ആയിട്ടുള്ള ക്ലാസ്സുകളിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. സൂം സെഷൻസ് ആയിരിക്കും, ഇൻഡിവിജ്വൽ സെഷൻസ് ആയിരിക്കും. 30 hours അല്ലെങ്കിൽ 40 hours നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള OET ബാർഡ് ട്രെയിനേഴ്സിൽ നിന്നും ഡയറക്ട്ലി ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ്. 100% റിസൾട്ട് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും. സോ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്, and all the best, all my dear nurses, for your OET examination.